പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ OP കൗണ്ടറിന് സമീപവും ചോർച്ച. ജീവനക്കാർ ബക്കറ്റ് വെച്ചാണ് വെള്ളം വീഴുന്നത് തടയുന്നത്. അധികൃതർ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നുവെന്നാണ് രോഗികളുടെയും ആശുപത്രി വികസന സമിതിയുടെയും ആരോപണം. നേരത്തെ പാലക്കാട് കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിലെ ചോർച്ച റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ ജില്ലാ ആശുപത്രിയിലും ചോർച്ചയാണല്ലേ? നന്നായിട്ട് പണികഴിപ്പിച്ച കെട്ടിടമാണല്ലോ, എന്താണ് അവിടെ സംഭവിച്ചത്? അരുൺകുമാർ, അതായത് ഇന്നലെയാണ് പാലക്കാട് കുട്ടികളുടെയും വനിതകളുടെയും സർക്കാർ ആശുപത്രിയിലെ അകത്തുള്ള ചോർച്ച നമ്മൾ പുറത്തേക്ക് വിട്ടത്. ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ആ വാർത്ത നൽകിയത്. കുട്ടികളുടെ വാർഡിൽ, അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പരിചരണം നൽകുന്ന മുറിയിലും ലേബർ മുറിയിലും ചോർച്ച ഉണ്ടായിരുന്നു. അവിടെ ബക്കറ്റുകൾ വെച്ചായിരുന്നു ഈ ചോർച്ച തടഞ്ഞിരുന്ന് വെള്ളം തറയിൽ പടരാതിരിക്കാൻ വേണ്ടി. അതേ സാഹചര്യമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുമ്പോഴും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ബക്കറ്റ്, അത് ഈ ചോർച്ച ഉണ്ടായി വെള്ളം വരുമ്പോൾ ആ വെള്ളം പിടിക്കാനുള്ള ബക്കറ്റാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. OP കൗണ്ടറിന് സമീപം ആണ് ഇത്തരത്തിലൊരു ബക്കറ്റ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. തൊട്ട് ഇപ്പുറത്തെ മേഖലയിൽ ഇപ്പോൾ ബക്കറ്റൊന്നും വെക്കാത്തൊരു മേഖല കൂടിയുണ്ട്. അവിടെയും കൂടി ഇപ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യം ഇപ്പുറത്തെ മേഖലയിലുമുണ്ട്. ഇങ്ങനെ ഉടനീളം ഈ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഉടനീളം ചോർന്നൊലിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ആശുപത്രിയിലെ വികസന സമിതിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ആശുപത്രി അധികൃതർക്ക് നൽകിയതാണ്. ഒരു MCയിൽ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ ഷീറ്റിൻ്റെ ഒരു ചോർച്ച തടയാനുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊന്നും അധികൃതർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി വികസന സമിതി തന്നെ പറയുന്ന കാര്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചോർച്ച, അതായത് ഈ ബക്കറ്റ് വെച്ച് ഇപ്പോൾ ഈ വെള്ളം പിടിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഷീറ്റിട്ടൊരു മേഖലയാണ്. അതിന് നേരെ താഴത്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഷീറ്റിൽ നിന്ന് വെള്ളം പിന്നീട് സീലിംഗിലേക്ക് വന്ന് സീലിംഗിൽ നിന്ന് വീണ്ടും ഈ കെട്ടിടത്തിലേക്ക് വന്നാണ് ഈ വെള്ളം ഇപ്പോൾ ഇവിടെ എല്ലാം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിനെതിരെ പരാതികൾ പലതവണ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിലൊന്നും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി വികസന സമിതി തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തൊട്ടിപ്പുറത്തുള്ള മേഖലയാണ്, അതായത് ഈ ബക്കറ്റ് വെച്ചതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മേഖലയാണ് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ വെള്ളം വന്ന് വീണ് ഇവിടെ ഫുള്ളും ഇപ്പോൾ മുഴുവനും ഇപ്പോൾ ഈ വെള്ളം പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രോഗികൾക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു മേഖലയാണ്, വഴുക്കി വീഴാനുള്ള സാധ്യതയുണ്ട്. അവരുടെ എല്ലാം ഇട്ടിരിക്കുന്നത് ടൈലുമാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യരൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ കാൽ വഴുക്കി വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അരുൺകുമാർ, തീർച്ചയായും ഇപ്പോൾ ഇതിലൂടെ വയസ്സായിട്ടുള്ള വയോധികരെല്ലാം പോകുന്നുണ്ട്. അമ്മ ഇങ്ങനെ വഴുക്കുന്ന ഒരു സ്ഥലമായി മാറിയില്ല ഇവിടെ വെള്ളമൊക്കെ പോയിട്ട്. അതൊക്കെ പിന്നെ മഴ പെയ്യുമ്പോൾ വഴുക്കില്ലേ, ചാറലടിക്കണു, അതിനെന്താ ചെയ്യാ? ഉള്ളിലേക്ക് ഫുള്ള് വെള്ളം വരികയാണല്ലേ? അരുൺകുമാർ, ഈ അവസ്ഥ എന്ന് പറയുന്നത് വയോധികരെല്ലാം ഇവിടെ ചികിത്സ തേടി, ഇപ്പോൾ ഈ ഒഴിവ് ദിവസമാണെങ്കിൽ പോലും ചികിത്സ തേടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. ആ ടൈൽസിന്റെ മേഖലയിലൂടെ വളരെ സാവധാനം അവസ്ഥയാണ്. നമുക്ക് അടയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. എവിടെ നിന്നാണ് ഈ ചോർച്ച വരുന്നത് ഇക്ബാൽ? പാരപ്പറ്റിൽ നിന്നാണോ? മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ? അരുൺകുമാർ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് ഒരു ഷീറ്റ് ഇട്ട മേഖലയാണ്. ആ ഷീറ്റിന് നേരെ താഴത്തായിട്ട് സീലിംഗ് ഉണ്ട്. അതിന്റെ താഴത്താണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കെട്ടുള്ളത്, ഒരു ബിൽഡിങ്ങിന്റെ കെട്ടിടമുള്ളത്. വെള്ളം സീലിംഗിലേക്ക് വന്ന് പിന്നീട് സീലിംഗിൽ നിന്ന് വെള്ളം, അതായത് മുകളിൽ ഏറ്റവും മുകളിൽ ഷീറ്റിട്ട കെട്ടിടമാണ്. അതിന് നേരെ താഴെയാണ് സീലിംഗ്, പിന്നീടാണ് താഴത്ത് ഈ കോൺക്രീറ്റ് ഉള്ളത്. അങ്ങനെ മുകളിൽ നിന്ന് വെള്ളം നേരെ ഈ കോൺക്രീറ്റിലേക്ക് വന്ന് പിന്നീട് അവിടെ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വീണ് പടരുന്നത്. ഏതായാലും ആ വെള്ളമാണ് ഇത്തരത്തിൽ ബക്കറ്റുകൾ പിടിച്ച് ജീവനക്കാർ യഥാസമയം എടുത്ത് പുറത്തേക്ക് ഒഴിക്കേണ്ടത്. ജീവനക്കാരാണ് ഇത്തരത്തിലൊരു ബക്കറ്റ് വെച്ചിട്ടുള്ളത്, അല്ലാണ്ട് ആശുപത്രി അധികൃതരല്ല എന്നുള്ളതാണ് ആശുപത്രി വികസന സമിതി തന്നെ പറയുന്ന പ്രധാനപ്പെട്ട പരാതിയും ആക്ഷേപം എന്ന് പറയുന്നത്. അങ്ങനെ ജീവനക്കാരാണ് രോഗികളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ബക്കറ്റുകൾ സ്ഥാപിച്ചത്. പക്ഷേ ബക്കറ്റുകൾ വെക്കാൻ കഴിയുമെന്നുള്ളതാണ്. കുട്ടികൾ, അതെ, ആ ബക്കറ്റ്, അതായത് രാത്രി കൊണ്ടല്ല, ഇത് രാവിലെ വെള്ളം ആവുമ്പോഴേക്ക് ഇത് ഈ വെള്ളം പൂർണ്ണമായി നിറഞ്ഞു വരുമ്പോൾ ജീവനക്കാർ ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് പുറത്ത് കൊണ്ടുപോയി ഒഴിക്കും. വീണ്ടും ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഈ ചോർച്ചയിലൂടെ വരുന്ന വെള്ളം ഇവിടെ ശേഖരിക്കും, പിന്നീട് പുറത്ത് കൊണ്ടുപോയി ഒഴിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് മാറിയിട്ടുള്ളത്. ചില ഭാഗങ്ങളിലൊന്നും അവർക്ക് ബക്കറ്റ് വെക്കാൻ കഴിയുന്നില്ല, കാരണം അത്രത്തോളം മേഖലയിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിലെല്ലാം ഇതിനകം തന്നെ ബക്കറ്റ് വെച്ച ദൃശ്യങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇന്നലെ അത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടതോടുകൂടി ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം ആ ആശുപത്രിയിലേക്ക് എത്തി പരിശോധന നടത്തിയതാണ്. ഏതായാലും ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ OP കൗണ്ടർ, അതുപോലെ തന്നെ സമീപം ഇപ്പോൾ ദൃശ്യങ്ങൾ ഈ നിൽക്കുന്ന വെള്ളം വീണോണ്ടിരിക്കുക നോക്കി അരുൺകുമാർ, അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഈ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് ഈ കെട്ടിടത്തിൽ നിന്ന് ആണ് എന്നുള്ളതാണ്.
പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് നേരെ ഇനിയിപ്പോൾ ഇതൊരു ബക്കറ്റ് വരെ ഒരു ഓസിൽ നിന്നാണെങ്കിൽ പോലും ഇത് നേരെ വീഴുന്നത് രോഗികൾ നടന്നു പോകുന്ന ഒരു വഴിയിലേക്കാണ്. ഇവിടെ എല്ലാം നമുക്ക് കാണാം, ഈ രോഗികളെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെല്ലാം ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ടൈൽസാണ് വഴുക്കി വീഴും എന്നുള്ളതാണ്. അമ്മ ഇവിടെ ശ്രദ്ധിച്ച് നടക്കണല്ലേ? ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലേ? ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വഴിക്കും വീട്ടിൽ വയസ്സായവരൊക്കെ ചെരുപ്പ് കൂട്ട് ചവിട്ടി അതിന് ടൈൽസിലോ ചവിട്ടുമ്പോൾ വീഴും. നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വന്നോ? കാണിച്ചോ? ഇല്ല, മകള് കിടക്കുന്നുണ്ട് ആശുപത്രിയിൽ. മരുന്ന് വാങ്ങാൻ വന്നാണോ? എല്ലാം ഞങ്ങൾ അവിടെ ടോക്കൺ ഇല്ലാണ്ട് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ടോക്കൺ ഇല്ലാണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇതാണ് അരുൺകുമാർ ആളുകളുടെ അവസ്ഥ. ഇവിടെ എല്ലാം, അതായത് അവിടെ നിന്ന് ചോർന്ന് ഒലിക്കുന്ന ഈ വെള്ളം അധികാരികൾ പെട്ടെന്ന് ഇടപെടുക എന്നുള്ളതാണ്. എന്താണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിയാണ്. അവിടെ ഒരുപാട് മികച്ച സേവനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇതേപോലെ ചോർച്ചയാണ്. ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ആ പാവപ്പെട്ട അമ്മമാർ നടന്നു പോകുന്ന വഴിക്ക് കാലി സ്ലിപ്പ് ചെയ്ത് വീണ് നടുവാണൂടി ഞാൻ സമാധാനം പറയുന്നു. ആലോചിച്ച് നോക്കിക്ക്. ഓരോ സിസ്റ്റവും ഇങ്ങനെയാണോ തകരാറിലാവുന്നത്? ഇങ്ങനെയാണോ തകരാറിലാകേണ്ടത്? ആകുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ഇങ്ങനെയാണോ? അപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നാട്ടുകാർ ബക്കറ്റുമായിട്ട് വരും ജില്ലാ ആശുപത്രിയിലോട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. OP ടിക്കറ്റിൻ്റെ മുൻപിലുള്ള സ്ഥലമാണ്. നല്ല തിരക്കുണ്ട്. ആളുകൾ എപ്പോഴും നടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗം പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ട മനുഷ്യരല്ലപ്പാ, അവരെ വീഴ്ത്തിയാൽ എന്താ ശരിയാവുക? അപ്പോൾ നമുക്കൊരു കുഞ്ഞിടവേള വേണം.